Hi guys, we are ready for Pahalgam. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പറാട്ട ആൻഡ് ബ്രെഡ് ഓംലെറ്റ്. നമുക്കിപ്പോൾ ആലു പറാട്ടയുടെ കൂടെ തൈര്, ഇതൊരു അച്ചാർ പോലത്തെ ഒരു സംഭവം. അച്ചാറെന്ന് പറയുന്നത്, പക്ഷെ ഇതിനകത്ത് ഇവർ ക്യാരറ്റ് അങ്ങനത്തെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ആവട്ടെ. ഏതായാലും ആലു പറാട്ട മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അവിടുത്തെ. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നോർത്തിൽ വന്നിട്ട് അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ളത് കഴിക്കണം. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഇത് പച്ചയ്ക്ക് അല്ല, വെറുതെ കഴിക്കാം, തൈരും ഇതൊന്നും ഇല്ലാതെ. നൈസ്. കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും നമ്മുടെ ഇന്ത്യൻ ആർമിയെ കാണാൻ പറ്റും. ഈ പോകുന്ന വഴിയിലെ കേസർ പാടങ്ങളിലും പിന്നെ ഓപ്പൺ ഏരിയാസ്, ആൾക്കൂട്ടം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഏരിയാസ്, എന്തിനു പറയുന്നത്, ഞങ്ങൾ സ്റ്റേ ചെയ്ത് ഹോട്ടലിൻ്റെ പുറത്ത് വരെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കാശ്മീർ പോലുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ആർമിയെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റും താങ്ക്ഫുൾനെസ്സും അതുപോലെ ദേശഭക്തിയൊക്കെ ഒരുപാട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാമിലേക്കാണ്. അപ്പോൾ പഹൽഗാമിലേക്കും സോൻമാർഗിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ടൂറായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒന്നെങ്കിൽ പോണി റൈഡ് അല്ലെങ്കിൽ ക്യാബ് സർവീസൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ ഒരു പോയിന്റ് വരെ ഈ വാലീസിലൊക്കെ ചെല്ലുള്ളൂ. അതിനുശേഷം നമുക്ക് അവിടുത്തെ യൂണിയൻ ക്യാബ്സ് അല്ലെങ്കിൽ പോണി റൈഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ചാർജ് ചെയ്യുന്ന റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ 2 പേരായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഉള്ളവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ നല്ല പാടായിരിക്കും. പക്ഷേ ഒരു ഗ്രൂപ്പിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ ഒരു വളരെ മിനിമം റേറ്റ് പെർ ഹെഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ പോണിയാണോ ക്യാബാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി പ്രിഫർ പോണി. ബിക്കോസ് നമുക്കൊരു 360 ഡിഗ്രി വ്യൂവും കിട്ടും. പിന്നെ ആ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോണിയിൽ പോകുന്നത് ഒരു പ്രത്യേക രസമാണ്. തുടക്കത്തിൽ പേടിയുണ്ടാവും, പക്ഷെ മൈൻഡ് ചെയ്യണ്ട. കാരണം ഈ പോണി റൈഡിൽ പോകുമ്പോൾ നമുക്ക് ഈ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ കാണും. പക്ഷേ ക്യാബ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഗ്ലാസിൻ്റെ പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പോണി റൈഡ്. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും, ഇവരുടെ വേഷവും പിന്നെ നമ്മൾ കണ്ട സിനിമകളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നല്ല പേടിയാവും. അപ്പോൾ അതുകൊണ്ട് വലിയ ബാർഗെയിനിങ്ങിനൊന്നും നിൽക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പ് ടൂർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറവ് റേറ്റിൽ ഈ പോണി റൈഡൊക്കെ ചെയ്ത് വരായിരുന്നു. പിന്നെ അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഹൽഗാമിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സ്പ്രിംഗ് സീസണിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവിടുത്തെ ബ്യൂട്ടി നന്നായി ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ ഒരു സീസണിൽ വരണം. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു. പക്ഷെ അത് ഒരു വേറെ തരം ഭംഗിയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് സീസണിൽ വരുമ്പോഴായിരിക്കും. Bıraksın.
പോണിയുടെ പുറത്ത് ബാലൻസ് പോകാതിരിക്കാൻ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഹാൻഡലിൽ മുറുക്കെ പിടിച്ചിരുന്നാൽ മതി. എന്നാൽ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ അപ്പർ ബോഡി ബാക്കിലേക്ക് ആഞ്ഞ് ലെഗ്സ് രണ്ടും ഫ്രണ്ടിലേക്കൊന്ന് നീട്ടി കൊടുക്കണം. ഇനി കയറ്റം കയറുമ്പോൾ അപ്പർ ബോഡി ഫ്രണ്ടിലേക്കൊന്ന് ആഞ്ഞിരിക്കണം. നമ്മുടെ കുതിരക്കാരൻ ഇങ്ങനെ ഓരോന്ന് പറയും. വീഡിയോയിലില്ലാത്ത കുറച്ച് വിഷ്വൽ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു മലയുടെ സ്റ്റീപ്പായിട്ടുള്ള എഡ്ജിൽ കൂടെയൊക്കെ ഈ പോണി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ മലയുടെ താഴെയാണെങ്കിൽ കൊക്ക പോലത്തെ ഏരിയയൊക്കെയാണ്. പക്ഷേ ഈ പോണീസൊക്കെ അതിൽ വാക്ക് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഒരുപാട് പോണീസ് കറക്റ്റായിട്ട് സ്ലിപ്പാവാതെ ഒന്നും പറ്റാതെ ഇങ്ങനെ പോവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പേടിയായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഹാൻഡിലിൽ തന്നെ പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പേടിയായാലും കണ്ണടയ്ക്കാൻ നിൽക്കരുത്, എസ്പെഷ്യലി അങ്ങനത്തെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം ഇറങ്ങുകയോ കയറ്റം കയറുകയൊക്കെ ചെയ്യുന്ന സമയത്ത്. കാരണം കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഒന്നും കൂടി പോകും. സോ സ്ട്രെയിറ്റായിട്ട് നോക്കിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഇപ്പോൾ ഡ്രൈ സീസൺ ആയതുകൊണ്ട് അവിടെ അധികം വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇവിടെ വരണം. ഇവിടെ കുതിര പേടിക്കോട്ടോ പൂജ. ആ കുതിര പേടിക്കും കേട്ടോ പൂജ, ചെറുത. നോക്ക് ഏതാ വാലി?
തിരിച്ച് കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. മഴ പെയ്തു തുടങ്ങിട്ടോ ചെറുതായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു പൂജ? പേടിയായി. കൊള്ളാം. നിർത്തിട്ടല്ലേ നോക്കിവിടെ. അതെ. ये अपर जाम है बेटा, अपर जाम को उल्टी लेके ये अपन किडनी है बेटी। ये लोटस है। इसको टेस्ट नहीं करना। ये मक्ष 1 साल की गारंटी है, 1 साल बाद खा सकता है। ये मक्ष है बेटा सब। देखो कौन सा पसंद है इसमें। लहसुन खाते हैं आप लोग? आइए लहसुन हाँ उधर भी मिलता है। नहीं, ये कश्मीरी अलग है। अगर इसको टेस्ट देखना है तो देख लो। देख लो, अलग अलग टेस्ट है। देख लो इसको कौन सा पसंद है बेटा। ആപ്പിളിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. എന്റെ മനസ്സിൽ ആപ്പിൾ വാലി ഇതല്ല. ഇതല്ല എന്റെ മനസ്സിൽ ആപ്പിൾ വാലി. ആപ്പിൾ വാലി പോലെയൊന്നുമില്ല, കുറെ ആപ്പിൾ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. നിങ്ങളത് തിന്നു നോക്കാൻ പോവാ. ഞാൻ വിചാരിച്ചേ നല്ല ചുമന്ന ആപ്പിള് ഇങ്ങനെ ഇങ്ങനെ പറിച്ച് കഴിക്കാം. കേസർ ഇവിടെ നമ്മൾ കുങ്കുമപ്പൂ കേസർ വാങ്ങാൻ പോവാ. कितना है? ये रासल केसर, ये आपने इससे पहले कभी इस्तेमाल किया है सर? नहीं नहीं, आपने किया है? आप स्मेल से पता चल जाएगा। ये लीजिए बॉक्स, आप देखिए तो टेस्ट करके पता चल जाएगा। ये थोड़ा सा बिटर आता है टेस्ट। आगे के दांतों से थोड़ी चबाइए।
भाई सारा बिटर आएगा टेस्ट ശരിയാട്ടോ ചിലപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും